ഡീ പുല്ലേ. അമർഷത്തോടെ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മനു അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. പന്ന പുന്നാര മോളെ, നീ വലിയ ശീലാവധി ചമയരുതേ. കൊന്നേക്ക് മനു, നീ എന്നെ അങ്ങ് കൊന്നേക്ക്. അല്ലേ, ഈ ജീവിതം ഞാൻ തന്നെ അവസാനിപ്പിക്കും. അങ്ങനെ നിന്നെ മരിക്കാൻ ഞാൻ വിട്ടാലല്ലേ. കൈയയച്ചവൻ അകന്ന് നീങ്ങുമ്പോൾ കണ്ണുകൾ മുറുക്കി അടച്ചവൾ കഴുത്തിൽ നീറിപ്പുകയുന്ന വേദന കടിച്ചമർത്തി. നിന്റെ വാവ എന്നെ വിളിച്ചിരുന്നു. ഒരു താളത്തിൽ പറയുമ്പോൾ പകപ്പോടെ കണ്ണുകൾ തുറന്നവനെ നോക്കി. എൻ്റെ ഏട്ടനെ മര്യാദ പഠിപ്പിച്ചോണം പോലും, അല്ല ചേച്ചിയെ വിളിച്ചോണ്ട് പോകുമെന്ന്. അനിയത്തിക്കറിയില്ലല്ലോ അവൾക്ക് വേണ്ടി ചേച്ചി എത്ര കാലം വരെ വേണേലും ഇവിടെ നിൽക്കുമെന്ന്. മനു പ്ലീസ്. പുച്ഛത്തോടെ അവൻ ചിരിച്ചുകൊണ്ട് അവളെ മറികടന്നു പോയി. ദേഷ്യവും സങ്കടവും അമർഷവും ഒക്കെ തോന്നി. പരീക്ഷിച്ച് മതിയായില്ലേ ദൈവമേ. എന്താടി നോക്കി പഠിപ്പിക്കുന്നത്? രാവിലെ ഇറങ്ങിയതാണല്ലോ രണ്ടും കൂടെ. കോളേജിലേക്കാ സ്കൂളിലേക്കാണെന്നും പറഞ്ഞ് എവിടെ പോയി കിടക്കുമായിരുന്നടി രണ്ടും കൂടെ? സുധാമ വേദുവിൻ്റെ കൈത്തണ്ടയിൽ അമർത്തിപ്പിടിച്ചു. വേദന കൊണ്ട് വേദു കൈവലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അമ്മായി വേദനിക്കുന്നു. തെണ്ടലും കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ കയറി കഥകടച്ചിരിക്കുമോ അവള്? അതാവുമ്പോൾ തിന്നാനും കുടിക്കാനും ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. സമയത്തെടുത്ത് വിളമ്പിത്തരാം, നോക്കിയിരുന്നോ നാശങ്ങൾ. അമ്മായി കൈവിട്. രാഖിയേച്ചി എൻ്റെ കൈവിടാൻ പറ, വേദനിക്കുന്നു. നിങ്ങൾ എവിടെ പോയതാണെന്ന് പറഞ്ഞാൽ എന്താ വേദു? എന്തോ വായിലിട്ട് ചവയ്ക്കുന്ന രാഗി വേദുവിനെ നോക്കി ചോദിച്ചു. നിന്റെ ചേച്ചി എന്തിയടി? നിന്നെ കൊണ്ടുവിട്ടിട്ട് അവളെ എവിടെ നിറങ്ങാൻ പോയതാ? ഞാൻ പറയാം. വാവയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ സുധാമയുടെ കൈ അയഞ്ഞു. അകത്തേക്ക് കയറി കയ്യിലിരുന്ന കവർ ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ച് വാവ സുധാമയുടെ തോളിൽ പിടിച്ച് ശക്തിയായി തൻ്റെ നേരെ തിരിച്ചു. ദേ തള്ളെ, മര്യാദയ്ക്കാണ് മര്യാദയ്ക്ക്, അല്ലേ അമ്മായി ആ അമ്മായിയുടെ മോള എന്നൊക്കെ ഞാനങ്ങ് മറക്കും. രാഗിയെ കൂടെ കനപ്പിച്ചൊന്ന് നോക്കിയാണ് വാവ പറഞ്ഞത്. നീ എന്ത് ചെയ്യും? രാഗി വാവയുടെ നേരെ ചെന്നു. തല്ലുവോ? പറയടി. തന്തയും തള്ളിയും പോയ കൂടെ പോകാനുള്ളതിന് നാശങ്ങൾ ഇങ്ങനെ കിടക്കുക. നിന്റെ ഔദാര്യത്തിലല്ല ഇവിടെ കിടക്കുന്നത്, എൻ്റെ അമ്മയ്ക്കും കൂടെ അവകാശപ്പെട്ടതില്ല. ഇതൊക്കെ നിന്നെയൊക്കെ തന്നെ തിരിക്കാൻ വാവ ഉദ്ദേശിച്ചിട്ടുമില്ല. ഈ മാസം മുതൽ പറമ്പിലിടുന്ന തേങ്ങയുടെയും അടയ്ക്കയുടെയും കണക്ക് എനിക്കും കൂടെ അറിയണം. നിന്നെ അറിയിക്കുന്നുണ്ട്, നീ നോക്കിയിരുന്നോ? ഭവിച്ചി വേണ്ട. എൻ്റെ പൊന്നു വേദു, ഇവരൊക്കെ പറയുന്നതിന് മോങ്ങാൻ നിന്നാൽ അതിനെ നേരം കാണും. എങ്കിൽ നീ അങ്ങ് പറയടി. രാഗി നീ മിണ്ടാതെ പോ, അല്ലെ തന്നെ വിറഞ്ഞു നിൽക്കുക ഞാൻ. എന്താ ഇവിടെ? മോഹൻ അടുക്കള വഴി നടുമുറിയിലേക്ക് കയറി വന്നു. പറമ്പിലായിരുന്നത് കൊണ്ട് കാലിലൊക്കെ നിറയെ മണ്ണാണ്. എന്തിനാ നീയൊക്കെ കൂടെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? പറമ്പിൽ നിൽക്കുമ്പോൾ സുരേഷ് വന്ന് പറഞ്ഞു ഇവിടെ ബഹളമാണെന്ന്. എന്താ മോളെ വാവേ? ഒരു ഭ്രാന്തൻ്റെ വിവാഹാലോചന വന്നിട്ടുണ്ട്, 5-8 ലക്ഷം ഇങ്ങോട്ട് തരാമെന്ന്. രാഖിക്ക് സമ്മതമാണോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. പിന്നീടെല്ലാം മറച്ചു വെച്ച് വിവാഹം നടത്തിയെന്ന് പറയരുതല്ലോ. പുച്ഛത്തോടെ തന്നെ നോക്കി പറയുന്ന വാവയുടെ മുന്നിൽ മോഹനിൽ നിന്ന് വേർത്തു. മോളെ വിളിക്കരുതങ്ങനെ. കൂടപ്പിറപ്പിൻ്റെ മക്കളോട് ചെയ്ത വലിയ കാര്യത്തിന് നന്ദിയുണ്ട്. ഇനിയും ഇങ്ങനെ സഹായിക്കരുതെന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. കൈ കൂട്ടിപ്പിടിച്ചടിച്ച് തൊഴുതുകൊണ്ട് അവൾ പറഞ്ഞു. കവറും എടുത്ത് റൂമിലേക്ക് കയറി. നീ അവിടെ ആരെ കാണാൻ നിൽക്കുവാടി? അകത്തേക്ക് കയറിയ വാവ വാതുക്കലേക്ക് വന്ന് വേദുവിനെ നോക്കി. പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി വേദു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ വാവ ഫോൺ ചെവിയിൽ ചേർത്ത് ഒരു കൈ കൊണ്ട് തലമുടിയിലിട്ടിരുന്ന ബാൻഡ് വലിച്ചൂരിയെടുത്തു. ഹലോ ചേച്ചി, ഞാൻ വൈശാഖ് സാറിനെ പോയി കണ്ടിരുന്നു. നാളെ മുതൽ ജോലിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. വൈകയിൽ നിന്നും മറുപടിയൊന്നും കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ വാവ ഒന്നുകൂടെ വിളിച്ചു. ചേച്ചി, പെട്ടെന്ന് കാര്യം പറഞ്ഞ് ഫോൺ കട്ടാക്കാനായിരുന്നു. അതാണ് ഇങ്ങോട്ട് ഹലോ പറയുന്നതിന് മുന്നേ കാര്യം പറഞ്ഞത്. അത്രയ്ക്കും ദേഷ്യമുണ്ട് ചേച്ചിയോട്. ഞാൻ പറഞ്ഞത് കേട്ടോ? മോളെ, നാളെ മഹേഷ് ഏട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അയാളുടെ കൂടെ പോകാൻ ആ വീട്ടിൽ വേറെ ആരുമില്ലേ? എന്നോട് ചെല്ലാൻ പറഞ്ഞു. അങ്ങേരുടെ കൂടെ കൂടി നിനക്കൊക്കെ ഭ്രാന്താണോ? അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. വാവയുടെ ദേഷ്യം കണ്ട് വേദു പേടിച്ചരണ്ട് നിൽക്കുവാണ്. ചേച്ചി എന്നല്ലാതെ ഇന്ന് വരെ വൈകിയ വാവ വിളിച്ചിട്ടില്ല. ചേച്ചി. സ്വയം നിയന്ത്രിച്ചവൾ സൗമ്യമായി വീണ്ടും വിളിച്ചു. ചേച്ചി ജോലിക്ക് പോകാതെ ഇരിക്കാനുള്ള അയാളുടെ തന്ത്രം അത്, ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ചെല്ലാന്ന് പറഞ്ഞു. നീയൊക്കെ എന്നാ കോപ്പയിലും കാണിക്കുക. ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് പോയി ചാകുന്നതാ. അത് ചെയ്യു പോയി. ഫോൺ കട്ടാക്കി ബെഡിലേക്ക് വാവ വലിച്ചെറിഞ്ഞു.
അവിടെ കിടന്ന് അനുഭവിക്കട്ടെ. ഞാനിനി ഒന്നും പറയുന്നില്ല. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന് കേട്ടിട്ടില്ലേ? അനുഭവിക്കട്ടെ. വേച്ചി. വേദുവിന് ഭയം തോന്നി. അല്ലെങ്കിൽ തന്നെ വേദു ഒരു പൊട്ടിപ്പെണ്ണാണ്. ആരേലും കരഞ്ഞാൽ കൂടെ കരയുന്നവൾ. ചേച്ചിയെ കണ്ട് പഠിച്ചോ, എന്നിട്ട് ഏതു നേരം ഇരുന്ന് മോങ്ങിക്കോ. ചേച്ചി, വൈകേച്ചി പാവമല്ലേ? പാവമല്ല, മന്ദബുദ്ധി, കഴുത. അമർഷം തീർന്നില്ല വാവയ്ക്ക്. അല്പനേരം വാവ ബെഡിൽ തലയും താങ്ങിയിരുന്നു. ആരോടൊക്കെയോ ദേഷ്യം തോന്നുന്നു. ഭിത്തിയോട് ചാരി മുഖം കുനിച്ച് നിൽക്കുന്ന വേദുവിനെ കണ്ടപ്പോൾ പാവം തോന്നി. കുറച്ച് ദിവസമായി അവൾ ആകെ അപ്സെറ്റാണ്. ജോലിക്ക് പോയി തുടങ്ങിയതിൽ പിന്നെ നേരെ ചൊവ്വെ അവളോടൊന്നും സംസാരിക്കാറ് പോലുമില്ല. വേദു, വാ, ഇവിടെ ഇരിക്കെ. പയ്യെ നടന്ന അരികിൽ വന്നിരുന്നവളെ വാവ ചേർത്ത് പിടിച്ചു. വൈകേച്ചിയെ പോലെ എൻ്റെ വേദൂസും അയ്യോ പാവമായി പോകരുത്. ആരെന്ത് പറഞ്ഞാലും കരഞ്ഞുകൊണ്ടിരുന്നാൽ കരയാനേ സമയം കാണൂ. അങ്ങനെയുള്ളവരെ വീണ്ടും വീണ്ടും മറ്റുള്ളവർ മുതലെടുക്കുകയുള്ളൂ. നമുക്ക് നമ്മളേ ഉള്ളൂ. നമുക്ക് വേണ്ടി ജീവിച്ചാൽ മതി. ആരുടെയും ചിലവിലല്ല നമ്മൾ ജീവിക്കുന്നത്, കേട്ടോ. ഒരു പൊട്ടിക്കരച്ചിലോടെ വേദു വാവയുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. മോള് കരയാൻ പറഞ്ഞതല്ല, പഠിച്ചോണം നന്നായിട്ട്. പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിയാൽ തന്നെ ഇങ്ങനെ ആരുടെയും മുന്നിലും താഴ്ന്നു കെട്ടി കിടക്കേണ്ടി വരില്ല. ചേച്ചി പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മുഖം ഉയർത്തി നോക്കാതെ മൂളുന്നവളുടെ നെറുകയിൽ വാവ മെല്ലെ തലോടി. ആ കവറിൽ ബിരിയാണിയാ, വേദൂസിനാ, എടുത്ത് കഴിച്ചോ. എനിക്ക് വേണ്ട ചേച്ചി. അല്ലൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ ചാടി വീഴുന്നവളാണ്. വാവ അവളെ നേരെ ഇരുത്തിപ്പോയി കൈ കഴുകി. 3 പേരും കൂടെ വട്ടമേശ സമ്മേളനം നടത്തുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല. ജഗ്ഗിൽ വെള്ളവും എടുത്ത് റൂമിലേക്ക് കയറി. വേദു കട്ടിലിൽ തന്നെ ഇരിപ്പുണ്ട്. നിനക്ക് എന്തു പറ്റി? 2 ദിവസമായി ശ്രദ്ധിക്കുന്നു. വലിയ മിണ്ടാട്ടവും ഇല്ല, നേരെ ചൊവ്വയൊന്നും കഴിക്കുന്നുമില്ല. എന്താടി? കവറിൽ നിന്നും പൊതിയെടുത്ത് വാവ ബെഡിൽ തുറന്നു വെച്ചു. ഒന്നുമില്ല ചേച്ചി. സ്കൂളിൽ എന്തായാലും പ്രശ്നമുണ്ടോ? വല്ല ചെറുക്കന്മാരും ഇനി ഇഷ്ടം വല്ലതും പറഞ്ഞു വന്നോടി? ഏയ് ഇല്ല ചേച്ചി. ആവശ്യമില്ലാത്ത ഏടാകൂടത്തിലൊന്നും ചെന്ന് ചാടിയേക്കരുത് കേട്ടോ. പലരും പല പഞ്ചാര വർത്തമാനങ്ങളും പറഞ്ഞ് പുറകെ കൂടും. അല്ലേലും നിന്നോടിതൊന്നും പറയേണ്ട കാര്യമില്ലെന്നറിയാം. സ്വയം സൂക്ഷിക്കാൻ നിനക്കറിയാം. പറയുന്നതിനൊപ്പം വാവ ഒരു വാവാരി അവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വേദു വായ തുറന്ന് വാങ്ങിക്കഴിച്ചു. വാരിക്കൊടുത്തത് അത്രയും വേദു വയറ് നിറയെ കഴിച്ചു. ബാക്കി വാവയും കഴിച്ചു. അമ്മേ, ചേച്ചി അനിയത്തിയും കൂടെ കഥ അടച്ചിരുന്ന് എന്തൊക്കെയോ വാങ്ങി കഴിക്കുമോ? ഓ, അവളിപ്പോൾ വലിയ ജോലിക്കാരിയല്ലേ. രാഗിയും സുധാമയും പറയുന്നത് കേട്ടെങ്കിലും കേൾക്കാത്തതുപോലെ വേസ്റ്റ് കൊണ്ട് പുറത്തേക്ക് കളഞ്ഞ് കയ്യും കഴുകി റൂമിൽ കയറി വാവ ഡോറടച്ചു. അഹങ്കാരി. സുധാമ പറഞ്ഞെങ്കിലും മോഹനനൊന്നും മിണ്ടിയില്ല. വാവയെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് വൈകി ഏത് നിമിഷവും വീട്ടിലേക്ക് വരാം. വാങ്ങിയ പണം തിരികെ കൊടുക്കേണ്ടി വരുമോ എന്നൊരു ഭയം. മനു കഴിഞ്ഞ ആഴ്ച 2-3 തവണ ഇവിടെ വന്നിരുന്നു. രാഗിമോളോടൊരു താല്പര്യം അവനുണ്ടെന്ന് തോന്നുന്നു. കഴിക്കാൻ ചോറിലേക്ക് കറിയും ഒഴിച്ചു കൊടുത്തുകൊണ്ട് സുധാമ പറയുമ്പോൾ രാഗിയുടെ ചുവന്ന് കയറിയ മുഖത്തേക്കായിരുന്നു മോഹനൻ്റെ നോട്ടം. മനു അവൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല, പിന്നെ എന്തിനാവും വന്നത്? വാവയും വേദു ഇവിടെ ഇല്ലെന്ന് അവനറിയാം. രാഗിമോൾക്കാണേൽ താല്പര്യവും ഉണ്ടെന്ന്. ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്ന് നീക്കി വെച്ച് കൊടുത്തുകൊണ്ട് സുധാമ മോഹനനെ നോക്കി. മഹേഷിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് വൈകയുടെ അരികിലേക്ക് രാഗിയെ കൂടെ അയാൾ മടിച്ചു. എങ്കിലും പാതി സമ്മതം. വൈക തിരികെ വന്നാൽ ആ പണം തിരികെ കൊടുക്കാതെ ഇരിക്കാൻ ഒരു മാർഗം കൂടെയാണിത്. രാഗിക്ക് മനുവിനൊപ്പം ജീവിക്കണം. ഒരുതരം വാശി. വൈകി അവിടെ ഉള്ളതുകൊണ്ട് അവളുടെ ജീവിതം കണ്ട് രസിക്കണം. നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക്. സംസാരിക്കാം. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ മഹേഷിന് ഹോസ്പിറ്റലിൽ പോകണ്ട. വൈക ടെക്സ്റ്റൈൽസിൽ പോകാൻ ഒരുങ്ങിയപ്പോൾ മഹേഷിന് പോകണം. വാവ രാവിലെ എഴുന്നേറ്റ് വൈക ചെയ്തിരുന്നത് പോലെ ജോലിയൊക്കെ ചെയ്യും. വേദുവിനെ എഴുന്നേൽപ്പിച്ച് പഠിക്കാനും ഇരുത്തും. 2 പേരും ഒരുങ്ങി ഇറങ്ങാൻ നേരം തെങ്ങിന് ചുവട്ടിൽ തളപ്പ് കാലിലിട്ട് തെങ്ങ് കയറാൻ തുടങ്ങുന്ന ആളെയും അരികിൽ നിൽക്കുന്ന സുധാമയെയും കണ്ട് അങ്ങോട്ട് ചെന്നു. എന്താ ഇവിടെ? എന്താ നിനക്ക് കണ്ണ് കാണത്തില്ലേ? ഇയാൾ തേങ്ങ ഇടാൻ വന്നതാ. ആരോട് ചോദിച്ചിട്ട്? ചേച്ചി ഒന്നും പറയണ്ട. വാവ തുറിച്ചെന്ന് നോക്കിയപ്പോൾ വാവയുടെ കയ്യിൽ അമർന്ന കൈ വേദു എടുത്തു മാറ്റി. നിങ്ങളോട് ഞാൻ ഇന്നലെ എന്താ പറഞ്ഞത്? ചേട്ടാ, ഇവിടെ തേങ്ങയും മാങ്ങയും ഒന്നും ഇടാനില്ല. ചേട്ടൻ്റെ കാര്യം നോക്കിപ്പോ. എന്താ അമ്മേ? നിന്റെ അമ്മയ്ക്കൊരു കല്യാണാലോചന.
മറികടന്നു പോകുന്ന രാഗിയെ നോക്കി വാവ പിറുപിറുത്തപ്പോൾ രാഗി ദേഷ്യത്തോടെ വാവയെ നോക്കി. നീ ദേഷ്യപ്പെട്ട എനിക്ക് പുല്ലാണെന്നൊരു ഭാവമാണ് വാവയ്ക്ക്. ഓടി പുച്ഛത്തോടെ വാവ ചുണ്ടനക്കി. പാർക്കിങ്ങിൽ കാർ നിർത്തി ഇറങ്ങി അതിവേഗം മുന്നോട്ട് നടക്കുന്ന മഹേഷിന് പിന്നാലെ എത്താൻ വൈഗ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. എതിരെ സ്ട്രക്ചറിൽ ഇരുത്തി ഒരാളെ കൊണ്ടുവരുന്ന കണ്ടപ്പോൾ വൈഗ ഒരല്പം ഒതുങ്ങി നിന്നു. പിന്നിലേക്ക് നീങ്ങിയപ്പോൾ വേച്ചുപോയ തൻ്റെ കൈകളിൽ ആരോ മുറുക്കെ പിടിച്ചു. മുൻപറിഞ്ഞിട്ടുള്ള വില കൂടിയ ആ പെർഫ്യൂമിൻ്റെ ഗന്ധം. വൈഗ പിന്നിൽ നിൽക്കുന്ന ആളെ തിരിഞ്ഞു നോക്കിയതേയില്ല.